സാമ്പാർ പൗഡർ ഇതെല്ലാം കൂടി ഇങ്ങനെ വറുത്തെടുത്ത് പൊടിച്ച് സാമ്പാർ ഉണ്ടാക്കിയാൽ അതൊരു വേറെ ലെവലാണ് കേട്ടോ. റാഫീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ പെട്ടെന്ന് സാമ്പാർ പൗഡർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 100 ഗ്രാം മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഇളക്കി ചൂടായി വരുമ്പോൾ അതോടുകൂടി 50 ഗ്രാം ഉണക്കമുളകും ചേർത്ത് കൊടുക്കുക. ഈ സമയം തീ കുറച്ചു വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ചൂട് പാകമായി മൂത്തു വരുമ്പോൾ അത് കോരി മാറ്റിവെക്കാം. ഈ ഒരു പരുവത്തിലേക്ക് മൂത്തു വന്നാൽ കളറ് മാറിപ്പോകാതെ കരിഞ്ഞു പോകാതെ നോക്കണേ. പിന്നീട് അതേ പാനിലേക്ക് 25 ഗ്രാം കടലപ്പരിപ്പ്, 25 ഗ്രാം തുവരപ്പരിപ്പ്, 25 ഗ്രാം ഉഴുന്നുപരിപ്പ് ഇത് മൂന്നും ചേർത്ത് കൊടുക്കുക. പരിപ്പ് വടക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പരിപ്പാണ് കേട്ടോ കടലപ്പരിപ്പ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരി, ഏത് അരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് നന്നായി മൂത്തു വന്നാൽ അതും കോരി മാറ്റിവെക്കാം. അതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കട്ടക്കായം, അതായത് മുഴുവനായ കായമാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ഈ സമയത്ത് എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് മൂപ്പിച്ചെടുക്കണം. എന്നിട്ടാണ് വേപ്പില ഇട്ട് കൊടുക്കേണ്ടത്. അതും വറുത്തുകോരി മാറ്റിവെക്കാം. എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട്, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കായത്തിന്റെ പൊടിയാണ്, അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് എല്ലാം കൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ നമ്മുടെ സാമ്പാർ മസാല പൗഡർ ഇവിടെ റെഡി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഓക്കെ, എന്നാൽ മറ്റൊരു വീഡിയോയിൽ കാണാം.